പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഈശോയുടെ നാമത്തിലെ പ്രാർത്ഥനാ നിർഭരമായ സുപ്രഭാതം. നമുക്ക് പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് ചെല്ലാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിന് അങ്ങ് മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ നിയോഗം പറയാം. ഇന്നത്തെ നിയോഗമേ കർത്താവ് ഇന്നത്തെ ദിവസത്തെ നിങ്ങളിൽ എപ്പോഴും അനുഗ്രഹിക്കുന്ന ഒരു വിശുദ്ധ നിമിഷമാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അതീവ ഭക്തിയോടുകൂടി ഇന്നത്തെ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക. നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുള്ള ഇടങ്ങളിലോ നിൽക്കേണ്ടതാണ്. നിങ്ങൾക്ക് പ്രാർത്ഥനക്ക് വിഷയമാകുന്ന എന്തെങ്കിലും വസ്തുക്കളുണ്ടെങ്കിൽ അതെടുത്ത് പിടിക്കാവുന്നതാണ്. അതായത് സർട്ടിഫിക്കറ്റ്, മാർക്ക് ലിസ്റ്റ്, പാസ്പോർട്ട്, വിസ, ഹോൾ ടിക്കറ്റ്. ഇനി നിങ്ങളുടെ പണമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ള പണം എടുത്ത് കർത്താവിനെ സമർപ്പിക്കാം. അത് പിടിക്കണം. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കർത്താവ് 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് കർത്താവ് വിവിധ സംസ്ഥാനങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും വിവിധ ജില്ലകളിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ അങ്ങയുടെ പൊൻകരങ്ങൾ സമർപ്പിക്കുന്ന കർത്താവെ, മക്കളെ ഇന്നത്തെ ആദികൾ, ഇന്നത്തെ ഉത്കണ്ഠകൾ, ഇന്നത്തെ ഭാരങ്ങൾ എല്ലാം പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. അമ്മയുടെ മധ്യസ്ഥത്തിലെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. നിങ്ങൾ കടന്നു പോകുന്ന വഴികൾ, ഇന്ന് ഇടപെടാൻ പോകുന്ന വ്യക്തികൾ, സംസാരിക്കാൻ പോകുന്ന വിഷയങ്ങൾ കർത്താവ് അങ്ങേക്ക് സമർപ്പിക്കുന്നു. കയറി ഇറങ്ങാൻ പോകുന്ന ഓഫീസുകൾ കർത്താവ് അങ്ങേക്ക് സമർപ്പിക്കുന്നു.
തൊഴിലിടങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ, തൊഴിൽ നഷ്ടപ്പെടുമോ എന്ന് ഓർക്കുന്ന ആശങ്കപ്പെടുന്ന സ്ഥലങ്ങളെ സമർപ്പിക്കുന്നു. ആരെങ്കിലും ഞങ്ങൾക്ക് എതിരെ നിൽക്കുമോ എന്ന് വിചാരിച്ചുകൊണ്ട് ഭയപ്പെടുന്ന വ്യക്തികളുണ്ടാവും, അവരെ സമർപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങൾ പോകുന്ന അടിയന്തരങ്ങൾ, കല്യാണം, അതുപോലെയുള്ള സൗഹൃദമായ സമ്മേളനങ്ങൾ, ബന്ധുക്കളുടെ സമ്മേളനങ്ങൾ, പലരും ഓരോ സമ്മേളനം കഴിയുമ്പോൾ ഭാരമായുള്ള മനസ്സോട് തിരിച്ചു വരുന്നത് വഴക്കായിട്ട്, നീരസമായിട്ട്. അമ്മയെ പരിശുദ്ധമ്മ ദേവമാതാവ്, അങ്ങയുടെ മക്കൾ എവിടെയെല്ലാം പോകുന്നു, സഞ്ചാരി മാതാവേ, സമയത്തിൻ്റെ അധികാരി, എല്ലാ സമയങ്ങളിലും കൃപാസന മാതാവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ഈശോ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രോഗികളുണ്ട് ഈശോയെ, കടുത്ത രോഗങ്ങൾ വന്നിട്ട് മാറാതെ, ചെറിയ രോഗങ്ങളാണ്, പക്ഷേ ജോലിക്ക് പോകാൻ പറ്റണില്ല, സമാധാനമായിട്ടൊരു ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല, അങ്ങനെയുള്ള മക്കളുണ്ട് ഈശോയെ. നിസ്സാര കാര്യങ്ങളോടത്ത് വിഷമിക്കുന്ന, വല്ലാതെ കൂടുതൽ വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാവരെയും സമർപ്പിച്ച് കർത്താവേ, നിൻ്റെ വിശുദ്ധമായ രക്തം ഇങ്ങനെയുള്ള എല്ലാ മക്കളുമേ തളിക്കണേ പ്രാർത്ഥിക്കുന്നു. അപസ്മാ രോഗികൾ, എപ്പിലെപ്സി രോഗികൾ, ഓട്ടിസം രോഗികൾ, കർത്താവ്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ന്യൂറോട്ടിക്കായിട്ടുള്ള രോഗങ്ങളുള്ളവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ സഹിക്കുന്ന മാതാപിതാക്കന്മാർ, അവരെ ചുമന്നുകൊണ്ട് നടന്നും കർത്താവെ, കുഞ്ഞുങ്ങൾ കാണിക്കുന്ന ഉപദ്രവങ്ങൾ കാരണം ഈ കുഞ്ഞൊന്ന് മരിച്ചെന്ന് കളഞ്ഞെന്ന് വിചാരിച്ചിരിക്കുന്ന അത്രയും വിഷമിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് ഈശോയെ. ആരോട് പറയാൻ, ആരും താങ്ങാനില്ല. പ്രസവിച്ചവരും വളർത്തിയവരും തന്നെ അതിനുള്ള ഏറ്റവും വലിയ ബലിയാടുകളായി വല്ലാതെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. അവരൊക്കെ നീ കൈവിടരുത് അമ്മേ. ഒന്നെങ്കിൽ അവർക്ക് ശക്തി കൊടുക്കണം, അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മൾ തീരുമാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ കുരിശെടുത്ത് മുന്നോട്ട് പോയിട്ട് ദൈവരാജ്യത്ത് പ്രവേശിക്കാൻ വേണ്ടി അവർക്ക് ആന്തരികമായ സ്വർഗീയമായ ബോധ്യങ്ങൾ കൊടുക്കണം. ഭാഗോടമ്പടി നടക്കാത്തതിൻ്റെ പേരിൽ ചേട്ടാനന്മാർ കലഹവും ഭിന്നതയുമായിട്ട് ക്രിസ്മസ് പോലും കർത്താവെ, ക്രിസ്മസ് അല്ലാത്തവരുണ്ട്. അതെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഒരു മനുഷ്യൻ, പരിശുദ്ധമേ ദേവമാതാവേ, ലോകത്തിൻ്റെ കരുത്തെ നിൻ്റെ കൈകളിലേക്ക് ഈ മക്കളെല്ലാം സമർപ്പിക്കുന്നു. നീ ഇന്നവർ താങ്ങണം, അവിടെ കൂടെ പോകണം. എവിടെയെല്ലാം പോകുന്നുണ്ടോ അവിടെ അവർക്ക് വേണ്ടി നീ നിൽക്കണം. ഓ വക്കീലായ അമ്മേ, അഡ്വക്കേറ്റായ അമ്മേ, അവർക്ക് വേണ്ടി വാദിക്കണമേ. കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. മക്കളെ, നമ്മൾ ഇന്ന് വായിക്കുന്നത് ചില സമയത്ത് നമുക്ക് ആരെല്ലാം ഉണ്ടായിട്ടും ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. ആരെല്ലാം ഉണ്ടായിട്ടും ഒരു പ്രയോജനവും ഇല്ല. തന്നെയല്ല, ചിലർക്ക് മനഃപൂർവ്വം നമ്മളെ ഒന്ന് കൊച്ചാക്കാനോ ഒറ്റപ്പെടുത്താനോ നിസ്സഹകരണത്തോടു കൂടി ഗ്രൂപ്പ് ചേർന്ന് മാറി മറ്റുള്ളവർ മാറിപ്പോകും. എന്നിട്ട് നമ്മുടെ കഷ്ടപ്പാടൊന്ന് കാണട്ടം ചെന്ന് അവർ പുറകെ നടിച്ചിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള അഭ്യാസങ്ങൾ എല്ലാ കുടുംബങ്ങളിലും, നാട്ടിലും, സമൂഹത്തിലും, സംഘടനയിലും ആ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിനെക്കുറിച്ച് ഈശോയുടെ എന്താ വചനം, ഈശോ ദൈവവചനം എന്താ പറയണത്? 40 ഐസയ പുസ്തകം വായിക്കാം. ഐസയുടെ പുസ്തകം 41:28. അതുപോലെ തന്നെ സങ്കീർത്തനം 118, 8, 9. യേശയ്യ 41:28. യേശയ്യ 40:28. ഞാൻ നോക്കിയപ്പോൾ ആരെയും കണ്ടില്ല. എന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ അവരുടെ ഇടയിൽ ഒരു ഉപദേശകനുമില്ലായിരുന്നു. നോ കൗൺസിലേഴ്സ്. നമ്മുടെ ബന്ധുക്കൾ, സ്വന്തപ്പെട്ട സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, സപ്പോർട്ടേഴ്സ് എല്ലാം ചിലപ്പോൾ നമുക്ക് സീറോ യൂസ് ആവും, നോ യൂസ്. കഴിഞ്ഞ ദിവസം ഞാൻ സാക്ഷ്യം കേട്ട്, അതായത് ആ സാക്ഷ്യത്തിൻ്റെ ഹെഡ്വിനും നീതുവിൻ്റെ ജീവിതമാണ് സാക്ഷ്യത്തിൻ്റെ ഇത് വന്നിരിക്കുന്നത്. ഹെഡ്വിൻ്റെ നീതുവിൻ്റെ, അതായത് നീതു 6 മാസം ഗർഭിണിയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കൊച്ചിനെ കിട്ടത്തില്ല, അമ്മയ്ക്ക് 30% ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയും 30% കൂട്ടുന്നതും കൊച്ചിനും ജീവനിലോട്ട് കൊണ്ടുപോകുന്ന ഒരു സാക്ഷ്യമുണ്ട്. നിങ്ങൾ കേൾക്കണേ. ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം സാക്ഷ്യത്തെ അവതരിപ്പിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഹെഡ്വിൻ പറയുന്നൊരു വാക്കുണ്ട്. കാര്യം ഹെഡ്വിൻ ഈ വൈഫ് ഒരു വെന്റിലേറ്ററിലിട്ട്, കാർഡിയോളജിയിൽ വെന്റിലേറ്ററിൽ കിടക്കുകയാണ്. പക്ഷേ ഇനി എല്ലാവരും വന്ന് ഹെഡ്വിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഹെഡ്വിൻ ഒരു പത്രപ്രവർത്തകനാണ്. അവന് ഭയങ്കര സങ്കടം. നാട്ടുകാർ, വീട്ടുകാർ, ബന്ധുക്കൾ, അവൻ ജോലി ചെയ്യുന്നവർ, അതൊക്കെ പറയുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് ആരോഗ്യവകുപ്പിൽ നിന്ന് പ്രത്യേക സംവിധാനം ഉണ്ടാക്കി സഹായിക്കാം. അപ്പോൾ അനിയന് ഉടനെ 1 ലക്ഷം രൂപ അവൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അവന് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഈ നീതു എന്ന് പറയുന്ന ഒരു ആ ICUവിൽ ഇങ്ങനെ തണുത്ത് പറച്ച് നോബഡി ടു ലുക്ക് അവർ കിടക്കുകയാണ്. അപ്പോൾ എഡുവിന് സങ്കടമായി. എല്ലാവരും ഉണ്ടായിട്ട് അവൾക്ക് ആരുമില്ലല്ലോ. എല്ലാവരും എന്നെ ആശ്വസിപ്പിക്കുന്നുണ്ട്, അവളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലല്ലോ എന്ന്.
അപ്പോൾ ചില സമയത്ത് നമുക്ക് എല്ലാവരും ഉണ്ടായാലും ഈ ഒരു സീറോ എക്സ്പീരിയൻസ് വരും, എല്ലാവരും ഉണ്ടായാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ബൈബിൾ എന്താ പറയണത്, എല്ലാവരും ഉണ്ടായാലും നീ അത് ആരും ഇല്ലാത്ത പോലെ നിന്നെ പഠിപ്പിക്കണമെന്ന് പറയാം. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം തന്നെ ചില സമയത്ത് സഹായിക്കാമെന്ന് പറഞ്ഞവർ നമ്മൾ സഹായിക്കത്തില്ല, നമ്മൾ പ്രതീക്ഷ വെച്ചവർ ചിലപ്പോൾ ഫോൺ എടുക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ പരീക്ഷ വെക്കുക, ഫോൺ എടുക്കുന്നില്ല, നമ്മൾ ചെല്ലുന്ന പാട്ടിൽ നമ്മൾ പോയ സ്ഥലത്ത് ആ സ്ഥാപനം അടച്ചിട്ടിരിക്കണം. എന്നിട്ട് നോ പറയുമ്പോൾ എപ്പോഴും ഓർക്കേണ്ടത് ഈ സ്പേസ് എന്ന് പറയുന്നത് നിരാശയുടെ സ്പേസ് അല്ല, അത് പ്രത്യാശയുടെ സ്പേസാണ്. എന്താ കാര്യം, നിൻ്റെ ദൈവത്തിൻ്റെ സ്പേസാണ്. അതുകൊണ്ട് എന്താ ദൈവം പറഞ്ഞിരിക്കണമെന്ന് അറിയാവോ? എന്താണ്? അതായത് 118 സങ്കീർത്തനം, ഇതിനോട് കണക്ട് ചെയ്യാവുന്ന വാക്കാണ് സങ്കീർത്തനം 118:8-9. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ. അതാണ് സംഭവം. ഇങ്ങനെയുള്ള നിങ്ങളെ മനുഷ്യന്മാരിൽ തന്നെ ആശ്രയിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള നിരാശ വരും. എന്താണ്? ആദ്യമേ തന്നെ മനുഷ്യനെ വിട്ടുകൂട്ടണം. നമ്മൾ മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ, പ്രഭുക്കന്മാർ രാഷ്ട്രീയക്കാരാകാം, അധികാരികളെന്ന ഉദ്ദേശം, അധികാരികളിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നതാണ് നല്ലത്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ എപ്പോഴും ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ നമ്മൾ ക്രോഡീകരിക്കുമ്പോൾ മുൻഗണന ദൈവത്തിന് കൊടുത്താൽ നമുക്കൊരു പ്രശ്നമില്ല. കാര്യം എന്താ? ദൈവത്തിൻ്റെ വാഗ്ദാനമുണ്ട്. ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. ആ വാഗ്ദാനങ്ങൾ നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് വാഗ്ദാനം നമ്മൾ പ്രാപിക്കണത്. കർത്താവേ, അങ്ങയുടെ വാഗ്ദാനം എവിടെയായാലും, ആരെല്ലാം വിട്ടാലും, ആരെല്ലാം കണ്ടില്ലെങ്കിലും, ഒരാശ്വാസം ലഭിച്ചില്ലെങ്കിലും, നിൻ്റെ സാന്നിധ്യം ഞാൻ വിശ്വാസത്തെ അനുഭവിക്കുകയും നിൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വാസപ്പെട്ടുകൊണ്ട് അത് പ്രാപിക്കുകയും ചെയ്യാൻ അയാളുടെ മക്കളെ നീ ശക്തമായി അനുഗ്രഹിക്കണമേ. നിത്യപിതാപുത്രൻ പരിശുദ്ധാത്മാവായ സർവേശ്വരായ നീക്കുക. ഇരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് ഉടമ്പടി ധ്യാനം തന്നെയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കൂട്ടായ്മയിലാണ് ഉടമ്പടി ധ്യാനം നടത്തുന്നത്. പണ്ട് അങ്ങനെയല്ലായിരുന്നു, അതിന് പ്രത്യേക ദിവസമുണ്ടായിരുന്നു, ചൊവ്വാഴ്ച. ഇപ്പം അങ്ങനെയില്ല. ഇപ്പം ഏതെങ്കിലും ഒരു ദിവസം പറഞ്ഞാൽ ആ ദിവസം 10,000 മനുഷ്യരിവിടെ വന്ന് നിറഞ്ഞ് വണ്ടി അപകടമൊക്കെ ഉണ്ടാക്കി ആകപ്പാട് അപകട മേഖലയിൽ കഴിഞ്ഞ പ്രാവശ്യം അപകടം ഉണ്ടായി. അപ്പം അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം കർത്താവ് മനസ്സിൽ തോന്നിക്കുന്ന ദിവസം ഉടമ്പടി ധ്യാനം നടത്തും. നമ്മൾ ഉടമ്പടി ധ്യാനം കൂടേണ്ടത് ശരിക്കും ഓൺലൈനിലാണ്. ഓൺലൈനിൻ്റെ ഉടമ്പടി ധ്യാനത്തിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിക്ക് എപ്പോഴും ധ്യാനം കൂടിയിരിക്കണം. ധ്യാനം കൂടി അതിൻ്റെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം. അതാണ് ഉടമ്പടി നിവർത്തിയാകാനുള്ള ഏറ്റവും എളുപ്പമാർഗം. ഉടമ്പടി നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിവർത്തിയാകാനുള്ള ഏറ്റവും എളുപ്പമാർഗം അതാണ്. എന്താണ്? എപ്പോഴും ഈ അപ്ഡേഷൻ കിട്ടിക്കൊണ്ടിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമായിട്ട് ടച്ച് വിട്ടു പോകരുത്. കാര്യം ടച്ച് വിട്ടു പോയാൽ ഗ്യാപ്പായി കഴിഞ്ഞാൽ പിന്നീട് കണക്ഷൻ മൊത്തം പോകും. കണക്ഷൻ പോയില്ലെങ്കിൽ എന്തിനാണ് ഈ കണക്ഷൻ നിലനിർത്തിക്കൊണ്ടിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പല കാര്യങ്ങളും നമ്മൾക്ക് എപ്പോഴാണ് കിട്ടുക, ദൈവം അതെപ്പോഴാണ് തരിക, എങ്ങനെ ചെയ്താൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും, ഇതേക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല. ഇതെല്ലാം പക്ഷെ ദൈവത്തിന് ഇതിനെക്കുറിച്ചൊക്കെ എല്ലാം വ്യക്തമായ ഐഡിയ ഉണ്ട്, എല്ലാ വിഷയത്തെക്കുറിച്ചും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം വളരെ രസകരമായ സാക്ഷ്യമാണ്. ആ ചേച്ചിക്ക് അവർ ഉടമ്പടിയിലായതുകൊണ്ട് അവരെന്താ ചെയ്യണത്? സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കും എല്ലാ ദിവസവും. 2 സാക്ഷ്യങ്ങൾ വെച്ചെങ്കിലും അത് ടച്ച് വിട്ട് പോകാതിരിക്കാനാണ്. കർത്താവുമായിട്ട് നമ്മൾ ഓൺലൈനിലാകുകയാണ്. അത് കാരണം സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഉടമ്പടിയുടെ ഒരുക്കത്തിലാണ്, ഉടമ്പടി എടുക്കാനുള്ള തീരുമാനത്തിലാണ് ഇവർ സാക്ഷ്യം കേൾക്കുന്നത്. സാക്ഷ്യം കേട്ടപ്പോൾ ഒരു സാക്ഷ്യം ഇതാണ്, അവർ കേട്ട സാക്ഷ്യം ഇതാണ്: വഴിയില്ലാത്ത വീട്ടിലേക്ക് കാർ കയറുന്ന വഴി കിട്ടി. അതാണ് ഒരു സാക്ഷ്യം. ഇപ്പം ആൾക്കാർക്കൊക്കെ ഒരു 10,000 പേര് സാക്ഷ്യം കേൾക്കുമെങ്കിലും ഇപ്പം നമുക്ക് വഴിയുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ കാർ കയറുമല്ലോ, ഇത് നമ്മുടെ കാര്യമൊന്നുമല്ലല്ലോ, ഇത് നിങ്ങൾ തള്ളിക്കളയാം. പക്ഷേ അതിൻ്റെ ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും. നിങ്ങൾക്കുള്ള സാക്ഷ്യം വേറെ ആയിരിക്കും. അതുകൊണ്ടാണ് സാക്ഷ്യം 1 by 1 ആയിട്ട് കൂടിക്കൊണ്ടേ ഇരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ആ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം വഴി ഒരു പ്രശ്നമാണ്. പക്ഷേ വഴി
അവരെഴുതി തള്ളിക്കളഞ്ഞ ഒരു പ്രശ്നമാണ്. കാര്യം ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണ്. ഒരിക്കലും നടക്കാത്ത കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വീട്, അവരുടെ പേര് റീന ഫ്രാൻസിസ് ആണ്, തവം, കണ്ണൂർ. അവരുടെ വീട് വയലിൻ്റെ നടുക്കാണ്. അപ്പോൾ വയലിൻ്റെ നടുക്ക് വീടൊക്കെ വന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആ ടോപ്പോഗ്രഫി മനസ്സിലാകത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഹൈ റേഞ്ചിലുള്ളവരാണെങ്കിൽ അവിടെ താഴ്വാരങ്ങളിലൊക്കെയാണ് വയലുള്ളത്. അവിടെ നമുക്ക് നടക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വരമ്പൻ റോഡും ഒക്കെ വേറെ ഉണ്ട്, നമ്മളതിൽ നടക്കും, നമുക്ക് വയൽ പ്രശ്നമല്ല. പക്ഷേ ഈ തീരദേശ റൂട്ടുകളിലെല്ലാം, കൊല്ലമല്ല, ആലപ്പുഴ, കൊച്ചി, വടക്കംപറവൂർ, അങ്ങനെ വന്ന് കണ്ണൂർ വരെ തീരദേശ റൂട്ടിലെല്ലാം വയലുണ്ട്. ഈ വയലിലെല്ലാം ആൾക്കാർ താമസിക്കുന്നുണ്ട്. നമ്മുടെ റോഡ് എന്ന് ഈ ചേച്ചിയുടെ വീട് വയലിൻ്റെ നടുക്കാണ്. ദാറ്റ് മീൻസ് ഒരടിയൊന്നുമല്ല, അല്ല അടിക്കണക്കിനല്ല അവർ പറഞ്ഞത്, 200 മീറ്റർ, ദാറ്റ് മീൻസ് ഒരു 600 അടിയോളം വഴി നടക്കണം വീടിൻ്റെ റോഡിൽ നിന്ന് 600 അടി അല്ലെങ്കിൽ 200 മീറ്ററോളം നടക്കണം വയലിലൂടെ നടക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും അത് ചെളിയായിരിക്കും. നമ്മൾ പൂഴിയാണെന്ന് മണ്ണെന്ന് അതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല. കാര്യം ഈ മണ്ണെന്ന് ആലപ്പുഴ പറയുന്ന സംഭവത്തിന് കോട്ടയത്തൊക്കെ പറയുന്നത് പൂഴിയെന്നാണ്. ഈ ചെളിയെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ചെളി എന്ന് പറഞ്ഞാൽ ചെളി പൊതഞ്ഞ ചെളിയാണ്, പാടത്തെ ചെളിയാണ്. ഇപ്പം ചെളിയിൽ ചവിട്ടിയാണ് ഇവർ നടക്കുന്നത്. ഇപ്പം വീട്ടമ്മച്ചി പറയണത് അവർക്ക്, ഞാൻ അധികം പുറത്ത് പോകാറില്ല, പക്ഷേ എൻ്റെ മക്കളും ഭർത്താവുമാണ് എപ്പോഴും പുറത്ത് പോകുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വല്ലാത്ത ഒരു ദുരിതമാണ്. നില വെളുത്താൽ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഉടനെ അവരുടെ മുഖമൊക്കെ ഇപ്പം തന്നെ മാറും. കാര്യം എന്താണ്? ഈ ചെളി ചവിട്ടി പോകണ്ടേ, തിരിച്ച് ചെളി ചവിട്ടി വരണം. 1 മീറ്റർ 10 മീറ്ററൊന്നും അല്ലല്ലേ, 100-200 മീറ്റർ നടക്കണ്ടേ. അപ്പോൾ ഈ സാക്ഷ്യം കേട്ടോടുകൂടി അവർ അമ്മയോട് പറഞ്ഞ, അമ്മേ ഞാൻ ഉടമ്പടി ചെയ്യുമ്പോൾ ഞങ്ങൾക്കും വഴിയില്ല. വഴിയുടെ കാര്യം ഇവർ ഉടമ്പടിയിൽ വെച്ചു. എന്നുവെച്ചാൽ വഴിയുടെ കാര്യം ഉടമ്പടി വെക്കാൻ വേണ്ടിയാണ് ദൈവം ആ സാക്ഷ്യം ആ സമയത്ത് അവരെ കേൾപ്പിക്കണത്. അതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു മെക്കാനിസം എന്ന് പറയണത്. നിങ്ങളെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി ദൈവം നിങ്ങളെ ഗൈഡ് ചെയ്യും. വല്ലാത്ത ഗൈഡൻസാണ്. നമുക്ക് കരഞ്ഞു പോകും ഒരു ജന്മം മുഴുവനും. ആ ദൈവത്തിന് എങ്ങാനും നിങ്ങളൊന്ന് അറിഞ്ഞാൽ പിന്നെ ദൈവത്തിനെ പശ പോലെ ഒട്ടിപ്പോകും നമ്മൾ. പിന്നെ മാറത്തില്ല, മനുഷ്യൻ മാറത്തില്ല, അത്രയ്ക്ക് സുന്ദരമാണ്. അപ്പോൾ ഇവരിത് ഇവർക്കിപ്പോൾ ഇവരുടെ ആ ഗൈഡൻസ് നോക്കിയാൽ നിങ്ങൾ, ഇവർക്ക് വഴി കൊടുക്കാൻ ദൈവം തീരുമാനിക്കുന്നു. അപ്പോൾ അവരെന്താ ചെയ്തിരിക്കണത്? അത് ഉടമ്പടിയിലേക്ക് വെക്കാൻ വേണ്ടി ഇവർക്കൊരു ഗൈഡ് ലൈൻസ് കൊടുക്കുകയാണ്. അതിനെന്താ ദൈവം ചെയ്തത്? ഒരു സാക്ഷ്യം കേൾപ്പിക്കുന്നു. നടക്കാത്ത ഒരു കാര്യം, 200 മീറ്റർ വഴി, നാട്ടുകാരുടെ പുരയിടമാണ്, വലിയ ജന്മികളുടെയും മറ്റുള്ളവരുടെയൊക്കെ പുരയിടമാണ്. അവിടെ 200 മീറ്ററൊക്കെ നമുക്ക് കിട്ടുമോ? ഒരിക്കലുമില്ല. പക്ഷേ ഈ അമ്മ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് എപ്പോഴും നമ്മൾ വിചാരിക്കേണ്ട ഇതാണ്, ഇതിൻ്റെ ടോട്ടൽ ഓണർഷിപ്പ് ആർക്കാനുള്ളത്? റീഡ് ദ വേർഡ് ഓഫ് ഗോഡ്. അതായത് ടോട്ടൽ ഓണർഷിപ്പ് ആകാശവും ഭൂമിയും നിൻ്റേതാകുന്നു. ശ്രുതികട്ടെ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വായിച്ചോളൂ. 89-ാം സങ്കീർത്തനം 11-ാം തിരുവചനം. സങ്കീർത്തനം 89:11 വായിച്ചോളൂ. ആകാശം അങ്ങയുടേതാണ്. പ്രാർത്ഥിച്ചേ. ആകാശം അങ്ങയുടേതാണ്, ഭൂമിയും അങ്ങയുടേത് തന്നെ, ഭൂമിയും അങ്ങയുടേത് തന്നെ, ലോകവും അതിലുള്ള സകലതും അങ്ങാണ് സ്ഥാപിച്ചത്. ഇപ്പം മാസ്റ്റർ കൺട്രോള് ആരുടെ കയ്യിലായിരിക്കും? ദൈവത്തിൻ്റെ കയ്യിലായിരിക്കും. വിശ്വാസിയുടെ ആസ്തി അതാണ്. നീ വിശ്വസിക്കണം, ദൈവത്തിൻ്റെ കയ്യിലാണ് നിന്റെ ജീവിതത്തിന്റെ ഭാഗതയം ഇരിക്കണത്. കൈ ഇടിച്ച് കർത്താവിനെ സ്തുതികളെ. ശക്തികളും
യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ വിശ്വാസി, നീ എന്തിനാണ് കർത്താവിൻ്റെ വചനം വായിക്കുന്നത്? ഒറ്റ കാരണമേ ഉള്ളൂ. നമുക്ക് ആരൊക്കെ എല്ലാം ഉണ്ട്, നമുക്ക് എന്തൊക്കെയുണ്ട്, നമ്മുടെ ആസ്തി ഭദ്രത എന്താണ് എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ വചനം വായിക്കുന്നത്. മനസ്സിലായില്ലേ? നമുക്ക് ആരൊക്കെ ഉണ്ട്, നമ്മുടെ വിശ്വാസത്തിൻ്റെ ആസ്പദങ്ങൾ എന്താണ്? ആകാശവും ഭൂമിയെയും സൃഷ്ടിച്ച കർത്താവിലാണ് എൻ്റെ ആസ്പദം, ആശ്രയം. അപ്പോൾ മറ്റുള്ളവരുടെ പുരയിടമാണെന്ന് പറഞ്ഞാലും ബേസിക്കായിട്ട് എൻ്റെ അപ്പൻ്റെ ആണെന്നുള്ളതാണ് ബോധം നമുക്ക് വിശ്വാസിക്കുണ്ടാകണം. വിശ്വാസമാണ് ഏൺ ചെയ്യണത്. മനസ്സിലായില്ലേ? നമ്മൾ ഏൺ ചെയ്യണത് അത് മറ്റുള്ളവരുടെയും പുരയിടമല്ലേ എന്ന് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് നീ കെട്ടിയെടുത്ത് വിശ്വാസിയാകേണ്ട കാര്യമില്ല. നീ വിശ്വാസിയാണെങ്കിൽ നിൻ്റെ എല്ലാ വിഷയവും, അതിൻ്റെ 2ാമത്തെ വചനം വായിച്ചേ, ആകാശവും ഭൂമിയും ലോകവും അതിൻ്റെ സമസ്തവും ആരുടെ കയ്യിലാണ്? ദൈവത്തിൻ്റെ കയ്യിലാണ്. അത് മാസ്റ്റർ കൺട്രോളാണ്. അപ്പം അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ അനന്തമായ സാധ്യതയാണ് നമ്മുടെ മുന്നിൽ വിശ്വാസം തുറന്നു തരുന്നത്. അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഗലാത്യരുടെ ലേഖനം ഇന്ന് വായിച്ച സുവിശേഷമാണ്. എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിയമങ്ങൾ അനുസരിക്കുന്നതിലൂടെയാണ് രക്ഷ എന്നാണ് യഹൂദൻ്റെ ആദ്യ പ്രാഥമിക വെളിപാടുകൾ. സെൻറ്റ് പോളിൻ്റെ കാലം വന്നപ്പോൾ സെൻറ്റ് പോൾ അതിനെ ആ നിയമങ്ങൾ അനുസരിക്കാൻ പറ്റാത്ത ആൾക്കാരെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ രക്ഷയിലേക്ക് കൊണ്ടുവരണമെന്ന് ആ മനുഷ്യൻ കണ്ണീരോടെ കർത്താവോട് പ്രാർത്ഥിച്ചു. യഹൂദന്മാർക്കല്ലേ നിയമങ്ങൾ നൽകപ്പെട്ടത്, അവർക്കല്ലേ അത് പാലിക്കാനുള്ള തീഷ്ണതയും സൂക്ഷ്മതയും ഉള്ളത്. സാധാരണ യഹൂദന്മാർ മാത്രം രക്ഷപ്പെട്ടാൽ മതിയോ? അങ്ങനെ പിന്നെ ക്രിസ്തുവിൻ്റെ പ്രസക്തി എന്താണ്? ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളതല്ലേ? ക്രിസ്തു എല്ലാമല്ലേ? എല്ലാമായ ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ള ക്രിസ്തു എല്ലാവർക്കും കിട്ടുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയൊക്കെ ചിന്തിച്ച് പ്രാർത്ഥിച്ച് സെൻറ്റ് പോളിന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടായപ്പോൾ സെൻറ്റ് പോളിനോട് പറഞ്ഞതാണ്, വിശ്വാസമാണ് വഴി, നിയമത്തെക്കാൾ വലുതാണ് വിശ്വാസം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ. വിശ്വാസം നൽകണമേ നാഥാ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥാ, വിശ്വാസം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വചനം കേൾക്കാം. ഗലാത്യ 3:5. ഗലാത്യ ലേഖനം 3:5. നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും, പറഞ്ഞേ, നിങ്ങൾക്ക് ആത്മാവിനെ നൽകുകയും നിങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ, അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ നിയമാനുഷ്ഠാന നിമിത്തമോ അതോ നിങ്ങളോട് പ്രഘോഷിക്കപ്പെട്ടത് വിശ്വസിച്ചത് കൊണ്ടോ? അതാണ്. അപ്പോഴ് നിയമാനുഷ്ഠാനം നൽകപ്പെട്ടത് കൊണ്ടല്ല, അടയാളങ്ങൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? വിശ്വസിച്ചത് കൊണ്ടാണ്. എന്താണ് വിശ്വസിക്കേണ്ടത്? ആകാശം ഭൂമിയും സൃഷ്ടിച്ച കർത്താവാണ് എൻ്റെ ഉടമസ്ഥൻ. ഈ ആസ്തിയെല്ലാം അവൻ്റെതാണ്, അവൻ്റെ കയ്യിലുള്ളതാണ്. എപ്പോഴായാലും ആരുടെ കയ്യിലുള്ളതിനേക്കാൾ എൻ്റെ ദൈവത്തിൻ്റെ കയ്യിലുള്ളത് എനിക്ക് ആവശ്യമുള്ളപ്പോൾ തരും. വേണ്ട സമയം ബൈബിളിൽ ഏറ്റവും ശക്തമായൊരു വാക്കാണ് വേണ്ട സമയം. കാര്യം നിങ്ങൾക്കെല്ലാം വേണ്ട ഓരോ സമയമുണ്ട്, ഓരോ കാര്യവും വേണ്ട സമയമുണ്ട്. വേണ്ട സമയമാണ് ദൈവം. സമയമെന്നല്ല ബൈബിൾ പറയണത്. ഹെബ്രായർ 4:16. റീഡ് ഇറ്റ്. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശ്വാസം നൽകണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. ഹെബ്രായർ 4:16. അതിനാൽ വേണ്ട സമയത്ത് കരുണയും, അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. ആ വചനം അടിപൊളി വചനമാണ്. ഒറ്റ വചനം, ക്യാപിറ്റൽ വേർഡ് മദർ വേർഡാണ്. മദർ വേർഡ് എന്ന് പറഞ്ഞാൽ ബ്രീഡിംഗ് വേർഡാണ്. വചനത്തിൻ്റെ അകത്ത് പലതരം വചനങ്ങളുണ്ട്,
ഇപ്പോൾ നമ്മൾ അക്വേറിയത്തിലൊക്കെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പണ്ട് എനിക്ക് ഇഷ്ടമുള്ള പരിപാടിയായിരുന്നു ഈ കിളികളെ വളർത്തുക, മീൻ വളർത്തുക, അങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് ഈ ആൾക്കാരൊക്കെ പോയി കഴിയുമ്പോൾ കുറച്ച് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ഇതിൻ്റെ അടുത്തൊക്കെ വരും. അപ്പോൾ ചിലയിടത്തൊക്കെ ചെല്ലുമ്പോഴും നമ്മൾ അക്വേറിയത്തിൽ ചില വലിയ അക്വേറിയങ്ങളൊക്കെ ചെല്ലുമ്പോഴും നമ്മൾ മീൻ വാങ്ങിക്കും അവിടുന്ന്. അപ്പോൾ ഞാൻ ചൂണ്ടിക്കാണിച്ച് ഇന്ന മീനെന്നൊക്കെ പറയുന്നത് അവിടെ ഭംഗിയുള്ള കളർഫുള്ളായിട്ട് മീൻ. ഇപ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖത്തിനൊക്കെ എതിരെ മനുഷ്യാവകാശ പോരാട്ടം മാത്രമല്ലല്ലോ, ഒരു പരിസ്ഥിതി പോരാട്ടമുണ്ട് അതിൻ്റെ പിന്നിലെ. കാരണം ഞാൻ 76 വിഴിഞ്ഞത്തും അതുപോലെ തന്നെ കോവളത്തൊക്കെ ചെന്നിട്ട് കടലിറങ്ങി മീൻ പിടിച്ചിട്ടുള്ളതാണ്, തോർത്തുകൊണ്ട് കോരി. അപ്പോഴൊക്കെ നമ്മൾ കാണുന്ന മീനെന്നൊക്കെ പറഞ്ഞതേ മഴവില്ലിനേക്കാൾ മനോഹരമായ 10,000-കണക്കിന് മീനുകളുടെ ഒരു പരിസ്ഥിതി ആവാസ വ്യവസ്ഥയാണ് വലിയ തുറമുഖങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങ് ഈ ഭൂമിയിൽ നിന്ന് അന്യാധീനപ്പെടുത്തി കളയണത്. ആ സ്വത്ത് എത്ര കപ്പലിൻ്റെ ചരക്കിറക്കിയാലും പിന്നീട് നമുക്ക് തിരിച്ചു കിട്ടത്തില്ല. ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് ദൈവമേ, ലോകം മുഴുവനുള്ള അങ്ങ് സൃഷ്ടിച്ച് പരിപാലിക്കുന്ന മനുഷ്യന് വേണ്ടി വിഭാവന ചെയ്ത പരിസ്ഥിതി സ്വപ്നങ്ങളെ നശിപ്പിച്ചു കളയുന്ന ലാഭക്കൊതിയുടെ കോർപ്പറേറ്റ് വികസനങ്ങളെ അങ്ങ് തന്നെ പ്രതിരോധിക്കണമേ. അങ്ങേ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ശക്തി ആ മേഖലകളിലെല്ലാം പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് നിങ്ങൾക്ക് ഉത്തരം നൽകണമേ. വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥാ, വിശ്വാസം നൽകണമേ. ഹൃദയത്തിൽ നീ വരണേ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥാ, വിശ്വാസം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കൃപാവരം നൽകപ്പെടുന്നത് എപ്പോഴാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട് ബൈബിള്. എപ്പോഴാണത്? വേണ്ട സമയത്ത്. ഈ സമയം ആരാണ് ഡിക്റ്റേറ്റ് ചെയ്യണത്? നമുക്ക് ഈ സമയത്തെക്കുറിച്ച് ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടാകത്തില്ല. നമുക്ക് ഈ സമയത്തെക്കുറിച്ച് കാര്യം എന്താണ്? വേണ്ട സമയം. ഹെബ്രായർ 4:6. വേണ്ട സമയത്ത് എന്താ നമുക്ക് ലഭിക്കേണ്ടത്? കരുണയും കൃപാവരവും. ഇത് രണ്ടും നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. ഇത് നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. ക്ലിയർ അല്ലേ? ഇത് ഉടമ്പടി ഇല്ലാതെ നടക്കത്തില്ല. എന്താ പറയണത്? വേണ്ട സമയത്ത്. പറഞ്ഞേ, വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം. കൃപാവരത്തിന്റെ കസേരയല്ല സിംഹാസന, വ്യത്യാസമുണ്ട്. കസേര ഇവിടെ ചറവ് പോലെ ഉണ്ടാവും. എവിടെയെങ്കിലുമൊക്കെ പോയിരുന്നൊരു കാര്യമില്ല. ആരെങ്കിലുമൊക്കെ ആശ്രയിച്ചൊരു കാര്യമില്ല. നിങ്ങൾ ആശ്രയം വെച്ചിരിക്കുന്ന പല മധ്യസ്ഥ രംഗങ്ങളൊക്കെ ഉണ്ടായി. അതെല്ലാം കൃപാവരത്തിൻ്റെ കസേരകളാണ്, സിംഹാസനമല്ല. സിംഹാസനത്തിൽ തമ്മിൽ തിരിച്ചറിയണം വിഷയം. അധികം സിംഹാസനമൊന്നുമില്ല. ഉടമ്പടിയിൽ റിലേസ് ചെയ്യണത് ഭൂസ്വലോകങ്ങളുടെ രാജ്ഞിയായി മുടിധരിക്കപ്പെട്ടതുമേൽ ധ്യാനിക്കുക. അത് അവിടുത്തെ സിംഹാസനം. അത് മരിയൻ ത്രോണാണത്. അവരെ കണ്ടപ്പോഴാണ് പറയണത്, ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞവളെ സുസ്ഥി. അപ്പോഴേ നമുക്കറിയാം പിതാവായ ദൈവത്തിൻ്റെ സിംഹാസനം, പുത്രൻ തമ്പുരാൻ്റെ സിംഹാസനം, പരിശുദ്ധാത്മാവിൻ്റെ സിംഹാസനം, തൃത്വൈക ദൈവത്തിൻ്റെ ഇരിപ്പിടം. ഈ ഇരിപ്പിടങ്ങളിലേക്ക് പിന്നെ മനുഷ്യരാശിയുമായിട്ട് ഡയറക്റ്റ് ഇമ്മീഡിയറ്റ് വളരെ അടുത്ത് പിന്നെ നിൽക്കുന്ന ഒരു സോഴ്സസ് എന്താ? മാധ്യശക്തി. എന്താ? മറിയത്തിൻ്റെ മാധ്യശക്തിയാണ്. അതെന്താ കാര്യം? അവർ ബേസിക്കായിട്ട് ഹ്യൂമനാണ്. അതാണ് വിഷയം. അവർ ബേസിക്കായിട്ട് ഹ്യൂമനാണ്. അപ്പോൾ ഹ്യൂമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ അവസ്ഥകൾ, മനുഷ്യൻ്റെ എല്ലാത്തരം ഇല്ലായ്മയുടെ അവസ്ഥകൾ, ആ ഇല്ലായ്മകൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ഉദ്വിഗ്നതയുടെ അവസ്ഥകൾ ഒക്കെ വിവേചിക്കാനും സെൻസ് ചെയ്യാനും നമുക്ക് പറ്റുന്ന ഒരാളെയാണ് ദൈവം നമുക്ക് അമ്മയായി നൽകിയത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഉപരി അറിയുന്ന മാതൃ
അഭയം പ്രാപിച്ചുകൊണ്ട് അമ്മയുടെ മക്കള് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേല് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ, വാഗ്ദാന പേടകമേ, സ്വർഗീയ പൊന്മലരേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദപരമാതാവേ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ വേണ്ട സമയം നമ്മളെ സംബന്ധിച്ചിടത്തോളം പല സമയങ്ങളും നമ്മൾ മറന്നു പോകും. ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയം ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. ചിലപ്പോൾ നമ്മൾ കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കും. പക്ഷേ വേണ്ട സമയത്തെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടുമോ ഇല്ലയോ എന്ന് ദൈവത്തിന് അറിയാമുള്ളത് കൊണ്ട് തന്നെ ചിലപ്പോൾ അന്ത്യനിമിഷങ്ങളായിരിക്കും കർത്താവ് നിന്നെ ഇൻസ്പയർ ചെയ്യണത്. അപ്പം നീ ഇപ്പോൾ കഴിഞ്ഞ ദിവസം റോഷ്യാൻ എന്നും പറഞ്ഞൊരു നല്ല എഡ്യൂക്കേറ്റഡ് ലേഡിയുടെ സാക്ഷ്യം ഉണ്ടായി. അവർ ഫിസിക്സ് MSc ആണ്, നല്ല മാർക്കോടുകൂടി പാസ്സായതാണ്. അപ്പോൾ അവരുടെ മുമ്പിലുള്ളത് തോമ്പടിക്കാരുതിയാണ്, കൊച്ചി. അവിടെ മുമ്പിലുള്ള ഓപ്ഷൻസ് അവർക്ക് നെറ്റ് എഴുതാം, ഗേറ്റ് എഴുതാം. പക്ഷേ ഈ കൊറോണയൊക്കെ വന്നപ്പോൾ അക്കാലങ്ങളിലെല്ലാം അവർ വീട്ടിലിരുന്ന് പഠിക്കുകയാണ്. 2 കൊല്ലം അങ്ങനെ ചുമ്മാ തള്ളിപ്പോയില്ല ആൾക്കാരുടെ. അതിനുശേഷം അവർ നെറ്റിലേക്കും ഗേറ്റിലേക്കൊക്കെ വർക്ക് ചെയ്തെങ്കിലും 2 പരീക്ഷ എഴുതിയവർ. പക്ഷേ എപ്പോഴും എബോവ് 90% കവർ ചെയ്യുമ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ട് ആ വിഷയത്തിന്. ഉടമ്പടി ഭാഷ പറഞ്ഞാൽ മെറിറ്റ് എന്ന് പറയും. നമുക്കുള്ള കോൺഫിഡൻസ് ഇല്ലേ, കോൺഫിഡൻസ് ചില സമയത്ത് മെറിറ്റ് കർത്താവ് തന്നെ ഡാമേജ് ആക്കി കളയും. ദൈവത്തെ ഡിവൈൻ എൻട്രി ഉണ്ടാകുമ്പോൾ മെറിറ്റ് ഡാമേജ് ആകും. അതിൻ്റെ കാലാവസ്ഥ വ്യത്യാസമാണ്. നമ്മൾ ഗ്ലോബൽ വാർമിംഗ് എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ജീവിത കാലാവസ്ഥകളിൽ ചില വ്യത്യാസങ്ങൾ വരും. ഇത് സെൻസ് ചെയ്യാൻ നമുക്കൊരു വിശ്വാസിക്ക് പെട്ടെന്ന് കഴിയും. വിശ്വാസി അല്ലെങ്കിൽ മോങ്ങിക്കൊണ്ട് നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് തന്നെത്താൻ പഴിച്ചുകൊണ്ടിരിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രോബ്ലം അവർക്ക് എല്ലാത്തിനും കോൺഫിഡൻസ് ഉള്ള ലേഡിയാണ്. കാര്യം എല്ലാം എപ്പോഴും എബോവ് 90% 95% സ്കോർ ചെയ്യുന്ന ആളാണ്. മാത്സിനും ഫിസിക്സിനും ഒക്കെ അത്ര ഇൻ്റലിജൻ്റ് ആണ് ആൾ. പക്ഷേ എന്താ അവരുടെ പ്രോബ്ലം, അവർക്ക് നെറ്റ് എഴുതാം, അല്ലെങ്കിൽ ഗേറ്റ് എഴുതാം, കോളേജിൽ പഠിപ്പിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം അവർക്ക്. പക്ഷേ അല്ലെങ്കിൽ PhDക്ക് പോകാം. അപ്പോഴേ ഗേറ്റൊക്കെ എഴുതി അങ്ങനെ അതുകൊണ്ട് അതൊക്കെ കിട്ടും എന്ന് അവർക്ക് നല്ല കോൺഫിഡൻസാണ്. അത് കിട്ടും. കാര്യം എന്താണ്, അവർക്ക് ഇന്ന് വരെ അവർ കടന്നു വന്നിട്ടുള്ള എഡ്യൂക്കേഷൻ്റെ മുന്നേറ്റം, വിദ്യാഭ്യാസ മുന്നേറ്റങ്ങളിൽ ഒരിക്കലും അവർക്കൊരു ഇച്ഛാഭംഗം ഉണ്ടായിട്ടില്ല. അതാണ് അവിടെ പ്രീ ഹിസ്റ്ററി. ദൈവം ഈ പ്രീ ഹിസ്റ്ററി ഉണ്ടാക്കുന്ന കോൺഫിഡൻസിലെ കർത്താവിൻ്റെ ഉദ്ദേശം വേറെയാണെങ്കിൽ ചിലപ്പോൾ അത് ഡാമേജ് ആകും. ഇവർക്ക് എന്നാ സംഭവിച്ചു, ഒരു നെറ്റും എഴുതി ഗേറ്റും എഴുതി, അത്യാവശ്യം കോച്ചിങ്ങിനൊക്കെ പോയാൻ എഴുതിയത്. പക്ഷെ പരീക്ഷ കൊണ്ട് ചെല്ലുമ്പോഴേ ഇവിടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. പരീക്ഷ ഇവിടെ കയ്യിൽ നിന്ന് വിട്ടുപോകും. പരീക്ഷ കയ്യിൽ നിന്ന് വിട്ടുപോയാലേ ഇവർക്കൊരു ഭയങ്കര സങ്കടവും. കാര്യം ഇത്രയും സ്കോറിംഗ് ഉള്ള ഒരാൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിലേ ഈ നല്ല നല്ല കോൺഫിഡൻസിലേക്ക് സ്വന്തം അധ്വാനങ്ങൾ കൊണ്ട് കഷ്ടപ്പാട് കൊണ്ടും ഹാർഡ് വർക്ക് കൊണ്ടുമൊക്കെ നല്ല സ്കോറിങ് ഉണ്ടാക്കി വരുന്ന ആൾക്കാർക്ക് ഒരു തട്ട് കിട്ടുകയാണെങ്കിലല്ല ഒന്നൊന്നര തട്ടായി പോകുന്നത്. പിന്നെ ഈ ആൾക്കാർ പൊങ്ങി വരാൻ പാടാണ് വിശ്വാസി അല്ലെങ്കിൽ. ഇവർ നിരാശ ഉഷാന്താടിയൊക്കെ വളർത്തി ചുമ്മാ കഞ്ചാവൊക്കെ അടുക്കിട്ട് കാണാം. കാര്യം അവർ ജീവിതത്തിൽ പൊരുതി പരാജയപ്പെട്ടവരാണ്. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ ഒരു വിശ്വാസിയാണെങ്കിൽ നീ തോറ്റാലും ദൈവം നീ ജയിച്ചുവോ നിശ്ചയിച്ചാൽ നീ ജയിച്ചതാണ്. കൈ ഇടിച്ച് കിടത്താൻ ഞങ്ങളുടെ ജീവിതത്തിലെ തോൽവികളെ
എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുമ്പിൽ കാഴ്ചയിടാം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തും നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ നിന്റെ മുമ്പിൽ കാഴ്ചയിടാം. പ്രഭാഷണ പുസ്തകമാണ്. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപെറുക്കുന്നവരെ പോലെ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ പിന്നിലായിപ്പോയി. ഇത് ഉടമ്പടി വചനമാണ്. ഉടമ്പടി ആധ്യാത്മികത ഗർഭം ധരിച്ചിരിക്കുന്ന ഒരു വചനമാണിത്. ഒടുവിലാണ് പ്രഭാഷകൻ പ്രഭാഷകൻ 33:16. പ്രഭാഷകൻ 33:16. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കേൾക്കുക. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. ഈ വചനം ഒന്ന് വായിച്ചേ. ഇത് ഈ പ്രഭാഷണം 33:16 ഇപ്പം കർത്താവിൻ്റെ നാവിൽ തന്നതാണ്. അതുകൊണ്ടാണ് എനിക്ക് നമ്പറൊന്നും കിട്ടാത്തത്. ഇത് ഡയറക്റ്റ് ഉടമ്പടി വചനമാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. Ephesians 2:8 ലിങ്കുള്ള വചനമാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ്, നിൻ്റെ യോഗ്യതയാലല്ല, പിന്നെന്താണ്? കർത്താവിൻ്റെ കൃപയാലാണ്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ്? അത് ജനകോടികളുടെ വിശ്വാസാനുഭവമാണ് ശരിക്കും. എന്താണ്? ഒന്ന് പറഞ്ഞ്, ഒടുവിലാണ് ഞാൻ ഉണർന്നത്. കാലാപെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുൻപന്തിയിലെത്തി എന്ന് പറയുമ്പോൾ എവിടെ എത്തിയെന്നായി പറയണത്? കൊയ്ത്തുകാരുടെ കൂട്ടത്തിൽ എത്തിയെന്നായി പറയണത്. മനസ്സിലായി? പിടിയില്ലേ? താമസിച്ചാണ് എഴുന്നേറ്റത്. ബാക്കിലായി പോയി. കാലാപെറുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ കൊയ്ത്ത് പോകുമ്പോൾ കുറച്ച് സാധനം താഴെ വിട്ടുപോകും. അത് പാവത്തിനൊക്കെ ഉള്ള, ഇസ്രയേലിൽ പാവത്തിനൊക്കെ ഉള്ളതാണത്. പുറകെ റൂത്തൊക്കെ അങ്ങനെ കാലാപെറുക്കാൻ പോയ ആൾക്കാരാണ്. ബോവാസിൻ്റെ ഭാര്യ റൂത്തിൽ നിന്നല്ലേ ബോവാസിൽ നിന്നല്ലേ പിന്നീട് ജസ്സയിൽ നിന്ന് ദാവീദും യേശു ക്രിസ്തുവിൻ്റെ വംശപരമ്പരയിൽ വരുന്ന ആളാണ് റൂത്ത്. റൂത്ത് അറിയാവില്ല, മൊവാബുകാരിയാണ്. ശരിക്കും പറഞ്ഞാൽ ഗ്രേസിന് വലിയ കിട്ടാൻ യോഗ്യതയുള്ള ആളല്ല. മൊവാബ് ഇപ്പോൾ മോസസൊക്കെ അവസാനം മൊവാബിനെ കുറിച്ച് പറയണത്, മൊവാബ് എനിക്ക് കൈ കഴുകുന്ന ബേസനാണെന്നൊക്കെ അല്ലേ പറയണത്. കഴുകാൻ ഉപയോഗിക്കുന്ന ബേസനാണ് മൊവാബ് എന്നാണ് പറയണത്. എന്താ കാര്യം? മൊവാബ് ലോത്തിൻ്റെ പെൺമക്കളുടെ മക്കളുടെ സന്തതികളാണ്. അപ്പോൾ നോക്കിയേ, അതാണ് വിഷയം. മോസസിനും അത് അത്ര കണ്ട് പിടിച്ചിട്ടില്ല. എന്താണ്? അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധത്തിലുണ്ടായ പിള്ളേരാണെന്ന് മൊവാബ്. അതാണ് മോസസ് പോലും മൊവാബിനെ എല്ലാ ഗോത്രങ്ങളെയും ആശീർവദിക്കുകയല്ലേ. മൊവാബിനെ ആശീർവദിക്കുമ്പോൾ പറയും, എനിക്ക് കൈ കഴുകാനുള്ള വെള്ളം അതിൻ്റെ ടബ്ബാണ് നീ എന്ന് പറയും. അതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെ പറയണത് എന്താ കാര്യം? മൊവാബിനെ അവർ അത്രയൊക്കെ കുലീനമായിട്ട് കണ്ടിട്ടില്ല. ദാറ്റ് മീൻസ് നോട്ട് ബൈ മെറിറ്റില്ലെന്ന്. ഈ മനുഷ്യന്മാരും മോസസ് ആയാലും ജോഷു ആയാലും അവർക്കെല്ലാം ഉള്ള ഒരു ഐഡിയ കുലീനത അല്ലെങ്കിൽ മെറിറ്റ് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്ക് വരുമ്പോഴും ദൈവത്തിൻ്റെ തീരുമാനം വേറെയായിരിക്കും. ദൈവം എപ്പോഴും വർക്ക് ചെയ്യണം മെറിറ്റിലല്ല. എന്താ പിന്നെ എങ്ങനെയാണ്? ഗ്രേസിലാണ് വർക്ക് ചെയ്യണത്. പറഞ്ഞ മനസ്സിലായില്ലേ? റൂത്ത് കാലാപെറുക്കാൻ ചെന്നതാണ് ബോവാസിൻ്റെ ബാർലിപ്പാടത്ത്. പിന്നീട് റൂത്ത് മുമ്പിൽ വരുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു ജന്മിയുടെ ഭാര്യയായിട്ട് അവൾ മാറും. അവളിൽ നിന്ന് ജെസ്സെ ജനിക്കും. ജെസ്സയ്ക്ക് മുമ്പ് ഒരാളുണ്ട്. ജെസ്സയിൽ നിന്നാണ് പിന്നീട് ദാവീദിൻ്റെ വംശത്തിൽ ഈശോയൊക്കെ പിറക്കണത്. എന്നൊക്കെ മൊവാബിൽ നിന്ന് ഈശോയിലേക്കുള്ള ദൂരം കണ്ടില്ലേ? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. കൈ ഇടിച്ച് കർത്താൻ വലിയ കൃപയ്ക്ക് നമ്മളെയും